ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് കിളിക്കൂട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നാക്സാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായി വേണ്ടത് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, മല്ലിച്ചപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിയും ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, മല്ലിച്ചപ്പ് ഇതൊക്കെ നമ്മൾ കുറച്ച് വാട്ടിയെടുക്കണം കേട്ടോ. ആ സമയത്ത് ഒരു പാത്രത്തിൽ മൈദമാവ് നമ്മൾ കലക്കി വയ്ക്കുക. അപ്പോൾ വേറൊരു പാത്രത്തിൽ നമ്മൾ ഉരുളക്കിഴങ്ങും കാടമുട്ടിയും കൂടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വാടാൻ വെച്ച ഉള്ളി വാടി റെഡി ആയിട്ടുണ്ട്. കാരണം ഇതാണ് പരുവം കേട്ടോ. വല്ലാതെ കുഴഞ്ഞു വാടരുത്, അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പാത്രം കൊണ്ടൊക്കെ. അപ്പോൾ ഒരു ടീമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. ഒരു ക്ലാസ്സൊക്കെയാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതിന് ശേഷം ഈ വാട്ടിയ ഉള്ളിയിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി, ഗരം മസാല, നമുക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇതിൽ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ ചേർത്തുള്ളൂ. ഇഞ്ചി, പച്ചമുളക് അതിൻ്റെയൊക്കെ തന്നെ നല്ല ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ഉരുളകളാക്കണം. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു കാടമുട്ട വെച്ചിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ഒന്ന് വെള്ളത്തിലൊന്ന് നനയ്ക്കണം. ഒന്ന് ജസ്റ്റ് നനച്ചിട്ട് ഈ ഉരുള അതിലേക്കാക്കി ബ്രെഡ് വെച്ച് നല്ല പുറത്തേക്കൊന്നും കാണാത്ത വിധം, പുറത്തേക്ക് ഈ ഉള്ളിയോ ഉരുളക്കിഴങ്ങിൻ്റെ ഇതൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിലാക്കിയതിന് ശേഷം നമ്മൾ മൈദമാവിൽ ഒന്ന് മുക്കിയെടുക്കും. അപ്പോൾ ഇതാണ് കാണുന്നുണ്ട്, ഇപ്പോൾ ചെയ്യുന്നതാണ്. അവിടെ ഒരു ചേച്ചി നീല ഡ്രസ്സ് ഇട്ട ചേച്ചി, ആ ചേച്ചീൻ്റെ കയ്യിലതാ ഒരു ബ്രെഡ് എടുത്തു. നമ്മൾ ആദ്യം ഉരുട്ടി വെച്ചതുണ്ട് കേട്ടോ. ഇത് ഉരുട്ടാതെ വേണമെങ്കിലും ചെയ്യാം, ഉരുളകളാക്കാതെ ആ ചേച്ചി നേരിട്ട് എടുത്ത് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അതുപോലെ കണ്ടോ, കുറച്ച് ബ്രെഡ് എടുത്തു, അതിൽ ഉരുളക്കിഴങ്ങ് ഇതാക്കി, അത് കഴിഞ്ഞു ഈ മൈദമാവിൽ മുക്കണം കണ്ടോ. മൈദമാവിൽ നല്ല മുക്കിയതിന് ശേഷം നമ്മൾ സേമ്യത്തിലിട്ടിട്ട് നന്നായിട്ട് അമർത്തിയെടുക്കും കേട്ടോ. അപ്പോഴേക്ക് നല്ല സെറ്റായി, അമർത്തിയെടുക്കുമ്പോഴേക്ക് നല്ല സെറ്റായി. അപ്പോൾ ആ ഇതാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട, കുറേ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ഉരുളകളാക്കാത്തതുണ്ട്. അത് ബ്രെഡ് ആക്കിയിട്ട് ഉരുട്ടി വെച്ചത്. ഇനി ഇത് മൈദമാവിലാക്കും, സേമിയ ആക്കും, അങ്ങനെ. അപ്പം നമ്മളിത് ഏകദേശം എല്ലാം ഞങ്ങൾ ബോളുകളാക്കി. ഞങ്ങളൊരു 10-40 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് റെഡിയായി. അപ്പോൾ നമ്മൾ ബാക്കി സേമിയ ഇല്ലാത്തതുകൊണ്ട് ബാക്കി നമ്മൾ ബ്രെഡിനെ തന്നെ പൊടിച്ചിട്ട് എടുത്ത് ഉരുളയാക്കിയതാണ് കേട്ടോ. നമുക്ക് അതില്ലെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടുപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. എണ്ണച്ചട്ടി നല്ല തിളയ്ക്കണം കേട്ടോ. എണ്ണ നല്ല തിളയ്ക്കുന്നതിലേക്ക് നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുള്ള സാധനങ്ങൾ ഓരോന്ന് എടുത്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് അതിന് തിരിച്ചു മറിച്ചു വിടാം കേട്ടോ. കുറേ സമയമൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേമിയയും മൈദമാവും മാത്രമേ ഉള്ളൂ നമുക്ക് വേകാത്തത്. ബാക്കിയെല്ലാം നമ്മൾക്ക് വെന്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, ഒന്നും പറയാനില്ല. സാധാരണ നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് സുഖമായിട്ട് മക്കൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പം റെസിപ്പിയാണ് ഞാനിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ റെസിപ്പികളും ഇതുപോലത്തെ പല പല വിഭവങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ.